അതായത് നമുക്കിന്ന് ഗോസ്റ്റിനെ വരയ്ക്കാം. ഗോസ്റ്റിനെ ഓ മാറ്റാൻ പറ്റും. ഗോസ്റ്റിനെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അറിയോ ഗോസ്റ്റ് എന്താണെന്നറിയോ? ഗോസ്റ്റ് ഏത്? ആ ഗോസ്റ്റ് എന്താന്ന് പറഞ്ഞേ? അറിയില്ല നിങ്ങൾക്ക്? അറിയില്ല. ഇങ്ങോട്ട് തിരിഞ്ഞൊന്ന് നോക്ക്. നമ്മൾ ഗോസ്റ്റിനെ വരയ്ക്കാൻ വേണ്ടി ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഇന്നൊരു ഗോസ്റ്റിനെ വരയ്ക്കാം. ഈ ഗോസ്റ്റിനെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഗോസ്റ്റിൻ്റെ ഒരു മുട്ടത്തല വരയ്ക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. നോക്കി പിടിക്ക് നോക്കി. ഇങ്ങനെ ഒരു മുട്ടത്തല വരയ്ക്കുക ഗോസ്റ്റിൻ്റെ. ഇങ്ങനെയാണ് ഗോസ്റ്റിനൊരു മുട്ടത്തല ഉണ്ടാവുക. അതിനുശേഷം ഗോസ്റ്റിൻ്റെ ചെവി നമുക്ക് ഇതിങ്ങനെ ഒന്ന് വരയ്ക്കാം. ഇവിടെ രണ്ടാമത്തെ ചെവി വരയ്ക്കുക. രണ്ടാമത്തെ ചെവി വരച്ചതിന് ശേഷം എന്തേക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങോട്ട് നോക്ക്. ആ ഇങ്ങനെ വരച്ചതിന് ശേഷം ഗോസ്റ്റിൻ്റെ താടി വരയ്ക്കാം. ഇങ്ങനെ താടി, ഇത്തിരി നീണ്ട താടിയൊക്കെ വരയ്ക്കാം. നീണ്ട താടി വരച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു പുരികൻ വരയ്ക്കാം. ഇത് കണ്ണിൻ്റെ മുകളിലുള്ള പുരികനാണ് നമ്മൾ വരയ്ക്കണേ. അതിനുശേഷം ഗോസ്റ്റിൻ്റെ കണ്ണെന്ന് പറഞ്ഞത് ഇങ്ങനൊരു കണ്ണ് കൊടുക്കുക. അതുപോലെ തന്നെ വലിയൊരു കണ്ണിങ്ങനെയും കൊടുക്കുക. അതിനുശേഷം ഗോസ്റ്റിന് കണ്ണിൽ കൃഷ്ണമണി വേണ്ടേ? ഈ കൃഷ്ണമണിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനൊരു കൃഷ്ണമണി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ? എന്നിട്ട് ഈ കൃഷ്ണമണി നടുക്കിൽ ചെറിയൊരു ഡോട്ടും കൂടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര തീവ്രമായിട്ടുള്ളൊരു ഗോസ്റ്റിൻ്റെ കണ്ണ് കിട്ടും. മൂക്ക് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ത്രികോണം വരയ്ക്കുക. ഇപ്പം നമുക്ക് മൂക്കായില്ലേ? മൂക്കായി. ഇനി നമുക്ക് ചുണ്ടാണ് കൊടുക്കേണ്ടത്. ചുണ്ട് കൊടുക്കാൻ വേണ്ടി ആദ്യം എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വായ തുറന്നിരിക്കുന്ന പോലെ ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം വായ തുറന്നിരിക്കണല്ലോ, അപ്പോൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെയും കൊടുക്കുക. അതിനുശേഷം ഒരു നാക്ക് ഇങ്ങനെ പോലെ ഒരു നാക്ക് കൊടുക്കുക. മുകളിൽ പല്ലുകൾ ഇങ്ങനെ കൊടുക്കുക. കണ്ടാ? ആ ഇങ്ങനെ പല്ല് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഗോസ്റ്റിൻ്റെ മുഖം റെഡിയായി. ഇനി ഇത്രയും ആകുമ്പോൾ നമുക്ക് ഫേസ് റെഡിയായി. ഫേസ് റെഡി ആയതിനു ശേഷം നമുക്ക് ഇതിന് മുടി വരയ്ക്കണം അല്ലേ? അതിനുവേണ്ടി മുടി കണ്ടില്ലേ? അതുപോലെ നമുക്ക് മുടി വരയ്ക്കാം. മുടി വരയ്ക്കാൻ വേണ്ടിയത് ഇങ്ങനെ ഇത്തിരി പോലും ഇതാക്കിയൊക്കെ കൊടുക്കുക. ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഗോസ്റ്റിന് മുടിയായി. ഈ മുടിയിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ ലൈനുകളൊക്കെ ഇട്ട് കൊടുക്കുക. അടിപൊളിയായിട്ട് ഇങ്ങനെ ലൈനുകളൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഗോസ്റ്റിന് നമുക്ക് ഒരു ചെറിയൊരു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാം. ഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോട്ട് പോലത്തെ ഡ്രസ്സൊക്കെ ഇങ്ങനെ. ഇപ്പം എങ്ങനെയുണ്ട് ഗോസ്റ്റ്? അടിപൊളി ഗോസ്റ്റ് ആയിട്ടില്ലേ? എങ്ങനെ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഭൂതല്ലേ? ഭൂതം. ഇനി നമുക്ക് ഏത് ചിത്രം വരയ്ക്കണ്ടേ? ആനയുടെ ചിത്രം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.